അയോൾ നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ മെക്കാനിസമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോട്ടോസിന്തസിസിന് രണ്ട് ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസാണ് ലൈറ്റ് റിയാക്ഷൻ, സെക്കൻഡ് ഫേസാണ് ഡാർക്ക് റിയാക്ഷൻ. എന്തായിരുന്നു ലൈറ്റ് റിയാക്ഷന്? ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഫേസാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, സൈക്ലിക്കും ഉണ്ട്, അതുപോലെ നോൺ സൈക്ലിക്കും ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ്റെ ടൈമിൽ എന്താണ് ഫോം ചെയ്യുന്നത്? ATP, അതായത് എനർജി അസിമിലേറ്റ്സിൻ്റെ പ്രൊഡക്ഷനാണ് ഉണ്ടാവുന്നത്. നമ്മൾ സൈക്ലിക് റിയാക്ഷൻ പഠിച്ചു, ഇനി അടുത്തത് നോൺ സൈക്ലിക് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അതായത് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഫോട്ടോൺ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. അതായത് ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിന് ഫോസ്ഫോറിലേഷൻ സംഭവിച്ചിട്ട്, അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും, അതായത് ATP പ്രൊഡ്യൂസ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നും ലൈറ്റ് റിയാക്ഷന് പറയാൻ കാരണം. നമ്മൾ അടുത്തത് നോൺ സൈക്ലിക് ആയിരിക്കും നോക്കുന്നത്. ഡാർക്ക് റിയാക്ഷൻ എന്തായിരുന്നു? ലൈറ്റിൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന റിയാക്ഷനാണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷനാണ്, അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ സ്റ്റാർച്ച് ഫോർമേഷനാണ്. ഇത് നടക്കുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്. ഓക്കെ, അതായത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പറയാൻ കാരണം CO2 ആണ് C6H12O6 അല്ലെങ്കിൽ ഷുഗർ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നത്. ഇത് നടക്കുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്, കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള എനർജി, അതായത് എനർജി അസിമിലേറ്റ്സ് ATP, NADPH ഒക്കെ ഫോം ചെയ്യുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്, ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്, അല്ലേ? സോ ഇതാണ് എന്ത് നമ്മൾ ലൈറ്റ് റിയാക്ഷനിലെ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ സൈക്ലിക് സ്റ്റെപ്പ് നമ്മൾ കണ്ടു. ഇതിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സൈക്കിൾ പോലെയാണ് നടക്കുന്നത്. ഫോട്ടോ സിസ്റ്റം 1 അല്ലെങ്കിൽ P700 ആണ് ഇൻവോൾവ് ചെയ്തത്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനാണ്. ഇതിനെ തന്നെയാണ് Z സ്കീം എന്നും പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കിയിട്ട് Z പോലെ ഇല്ലേ? സോ ഇതിനെ Z സ്കീം എന്നും പറയും. നോൺ സൈക്ലിക് ആണ്. ഇവിടെ സൈക്ലിക് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഫോട്ടോൺസ് ആൻറ്റിന മോളിക്യൂൾസ്, അതായത് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യും ആൻഡ് ദേ ബിക്കം എക്സൈറ്റഡ്. വളരെ ഷോർട്ട് ഡ്യൂറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് എക്സൈറ്റഡ്. അവർ സൂൺ എങ്ങോട്ട് മാറും? സാധാ നോർമൽ സ്റ്റേറ്റിലോട്ടേക്ക് മാറും ബൈ റിലീസിങ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ഫോട്ടോ സിസ്റ്റം 1ലേക്ക് പോകും ആൻഡ് PS1 അല്ലെങ്കിൽ P700 ഗെറ്റ് എക്സൈറ്റഡ്. ദെൻ ഈ P700ഉം അവരുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് മാറും ബൈ റിലീസിങ് എന്ത്? എനർജൈസ്ഡ് ഇലക്ട്രോൺ. ഈ എനർജൈസ്ഡ് ഇലക്ട്രോൺ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ സ്വീകരിക്കും. ദെൻ ഈ ഇലക്ട്രോൺസ് ഒരു സീരീസ് ഓഫ് കാരിയേഴ്സിലൂടെ മൂവ് ചെയ്തിട്ട് എവിടേക്ക് തന്നെ എത്തുന്നുണ്ട്? P700ലോട്ടേക്ക് തന്നെ എത്തുന്നുണ്ട് ആൻഡ് ദേ എഗെയിൻ ഗെറ്റ് എക്സൈറ്റഡ്. ഓക്കെ, ദെൻ ഈ പ്രോസസ്സ് എഗെയിൻ നടക്കും ആൻഡ് ഇതിൻ്റെ ഇടയിലായിട്ട് ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സോ സൈക്ലിക് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇവരുടെ കേസിൽ ഇങ്ങനെ സൈക്ലിക് അല്ല, അതായത് ഈ ഇലക്ട്രോൺ തിരിച്ച് വീണ്ടും ഈ ഒരു ഫോട്ടോ സിസ്റ്റം 2ലോട്ടേക്ക് എത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. ദെൻ രണ്ട് ഫോട്ടോ സിസ്റ്റം പ്രസൻ്റ് ആണ്, P680ഉം P700ഉം. സൈക്ലിക്കിൽ എങ്ങനെയായിരുന്നു? P700 മാത്രമായിരുന്നു പ്രസൻ്റ് ആയത്. പക്ഷേ ഇവരുടെ കേസിൽ P680 അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2വിലാണ് ആദ്യം ലൈറ്റ് വന്നിട്ട് ലൈറ്റ് വരുന്നത് ഈ ഒരു PS2ലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫോട്ടോൺസ്, അതായത് ലൈറ്റ് എവിടേക്ക് പോകും? ആൻറ്റിന മോളിക്യൂൾസിലോട്ടേക്ക് എത്തും. ആൻറ്റിന മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും. ദെൻ അവരിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? P680, അതായത് ഫോട്ടോ സിസ്റ്റം 2ലാണ് ആദ്യം ഈ ഒരു ഇലക്ട്രോൺ എത്തുന്നത് ആൻഡ് P680 ഗെറ്റ് എക്സൈറ്റഡ്. അതൊരു ഷോർട്ട് സ്റ്റേജ് ആയിരിക്കും, അൺസ്റ്റേബിൾ സ്റ്റേജാണ്. അവർ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലോട്ടേക്ക് പോകും ബൈ റിലീസിങ് എനർജൈസ്ഡ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ ആര് സ്വീകരിക്കും? പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ആൻഡ് അവരുടെ കെമിക്കൽ നേച്ചർ എന്താണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് അവരെന്തായിട്ട് മാറും? എക്സൈറ്റഡ് ആയിട്ട് മാറും.
ദെൻ അവർ നോർമൽ സ്റ്റേറ്റിലോട്ടേക്ക് വരും ബൈ റിലീസിങ് ദീസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ഒരുപാട് സീരീസ് ഓഫ് ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ എവിടെ എത്തും? ഫോട്ടോ സിസ്റ്റം 1-ലെത്തും. ഓക്കെ, P700 അല്ലെങ്കിൽ PS1-ലെത്തും. ഈ ഇലക്ട്രോൺ കാരിയേഴ്സാണ് പ്ലാസ്റ്റോക്യുനോൺ, ദെൻ സൈറ്റോക്രോം B6, സൈറ്റോക്രോം F, പ്ലാസ്റ്റോസയാനിൻ. ദെൻ P700 എത്തുമ്പം P700 എന്താവും? എക്സൈറ്റഡ് ആവും. ദെൻ അവരെന്ത് ചെയ്യും? നോർമൽ സ്റ്റേറ്റിലോട്ടേക്ക് വരും ബൈ റിലീസിങ് ദീസ് എനർജൈസ്ഡ് ഇലക്ട്രോൺ. അതിനെ എഗെയിൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ റിസീവ് ചെയ്യും. ദെൻ ആ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്ന് ഈ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഫെറിഡോക്സിലോട്ടേക്ക് മൂവ് ചെയ്യും. ഫെറിഡോക്സിൽ നിന്ന് ഈ ഇലക്ട്രോൺസ് NADP+ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ആ NADP+ റിഡക്ഷനാണ് പിന്നെ സംഭവിക്കുന്നത്. NADP+ ഈ ഇലക്ട്രോണും അതുപോലെ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോണില്ലേ, 2 H+നെയും എടുത്തിട്ട് എന്തായിട്ട് മാറും? NADPH+H+ ആയിട്ട് മാറും. അതായത് NADPH+H+ ഉണ്ടാവുകയാണ്. ഈ NADPH+H+ ആണ് എവിടെ യൂസ് ചെയ്യുന്നത്? CO2 ഫിക്സേഷൻ്റെ ടൈമിൽ, അതായത് ഡാർക്ക് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ടൈമിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ, അതായത് H2O സ്പ്ലിറ്റിങ്ങും നടക്കുന്നുണ്ട്. അതുവഴി ഉണ്ടാവുന്ന 2 H+ ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഈ ഒരു NADP+ൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ ആ താഴെ കൊടുത്തിട്ടുണ്ട് H2O എന്തായിട്ട് മാറും? ലൈറ്റ് വന്ന് തട്ടുമ്പം. അതുകൊണ്ടാണ് ഫോട്ടോലിസിസ് എന്ന് പറയുന്നത്. ഫോട്ടോൺസ് വന്ന് തട്ടുമ്പം H2O എന്താവും? ലൈസിസ് നടക്കും, ബ്രേക്കിങ് നടക്കും. ഓക്കെ, H2O 2 ഇലക്ട്രോണും 2 H+ഉം ½ O2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, O2 ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നു ഫോട്ടോസിന്തസിസിൻ്റെ, അല്ലേ? ഈ 2 H+ എങ്ങോട്ട് മൂവ് ചെയ്യും? NADP+ൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ 2 ഇലക്ട്രോൺസും എങ്ങോട്ട് മൂവ് ചെയ്യും? NADP+ൻ്റെ റിഡക്ഷന് വേണ്ടി തന്നെ മൂവ് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 2 H+ ഡയറക്റ്റ് ആയിട്ടാണ് NADP+ൻ്റെ റിഡക്ഷന് വേണ്ടി പോകുന്നത്. ഇലക്ട്രോൺസ്, അതായത് 2E എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസ് എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് NADP+ൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയാൽ മനസ്സിലാവും അവരെവിടേക്ക് പോകുന്നുണ്ട്. 2 ഇലക്ട്രോൺസ് P680, അതായത് ഫോട്ടോ സിസ്റ്റം 1-ലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ടു ആൻ ഇൻ്റർമീഡിയറ്റ് MN പ്രോട്ടീൻ, മാംഗനീസ് പ്രോട്ടീൻ കോംപ്ലക്സിൽ പോകും. അവിടെ നിന്ന് P680 പോകുന്നുണ്ട്. P680 എന്താവും? എഗെയിൻ എക്സൈറ്റഡ് ആവും. ദെൻ അവർ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടേക്ക് വരുമ്പോൾ 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. ദെൻ ഈ ഒരു സീരീസ് ഓഫ് കാരിയേഴ്സിലൂടെ അവരെവിടെ എത്തും? NADP+ലെത്തും. അങ്ങനെ NADP+ൻ്റെ റിഡക്ഷൻ നടക്കും. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിലായിട്ട് ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അല്ലേ? സൈറ്റോക്രോം B6 നിന്ന് സൈറ്റോക്രോം Fലെത്തുമ്പോൾ ഒരു ഫോസ്ഫേറ്റ് ആ എനർജി യൂസ് ചെയ്തിട്ട്, ഇലക്ട്രോണ് എനർജി ആയിട്ട് യൂസ് ചെയ്തിട്ട് ATP പ്രൊഡക്ഷൻ, ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ ATPയും NADPHും ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ലേറ്റർ യൂസ്ഡ് ഇൻ ഡാർക്ക് റിയാക്ഷൻ. ഓക്കെ അല്ലേ? സോ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ്റെ കേസിൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനും പറഞ്ഞു. ഇനി അവയുടെ ഡിഫറൻസ് നോക്കാം. ഓൺലി PS1 ഈസ് ഇൻവോൾവ്ഡ് ഇൻ സൈക്ലിക്. ഇവിടെ നോക്കൂ, സൈക്ലിക്കിൻ്റെ കേസിൽ ഫോട്ടോ സിസ്റ്റം 1, അതായത് P700 മാത്രമേ ഉള്ളൂ. പക്ഷേ നോൺ സൈക്ലിക്കിൽ P680, അതായത് ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം ഇൻവോൾവ് ആണ്. Then source of electron is PS1 in cyclic, but source of electron is water. അതായത് നോൺ സൈക്ലിൻ്റെ കേസിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോണ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോഴ്സ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് വാട്ടർ സ്പ്ലിറ്റിങ്ങിലൂടെയും കിട്ടുന്നുണ്ട്. ദെൻ സൈക്ലിക് ആയിട്ടുള്ള പാത്വേ ആണ് ഇലക്ട്രോൺസിനുള്ളത് സൈക്ലിക്കിൻ്റെ കേസിൽ. ആൻഡ് ലാറ്ററിൻ്റെ കേസിൽ എങ്ങനെയാണ്? നോൺ സൈക്ലിക് പാത്വേ ആണുള്ളത്.
Then last electron acceptor is P700 of PS1. ഇതിൻ്റെ കേസിലോ ലാസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് NADP+ ആണ്. നോൺ സൈക്ലിക്കിൽ നോക്കൂ, ലാസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ NADP+, അതായത് NADP+ റിഡക്ഷൻ നടന്നിട്ട് NADPH ഉണ്ടാവുന്നതാണ് എൻഡ് റിസൾട്ട്. പക്ഷേ സൈക്ലിക്കിൻ്റെ കേസിൽ എന്താണ്, ആ ഇലക്ട്രോൺ ലാസ്റ്റ് എഗെയിൻ PS700, അതായത് ഫോട്ടോ സിസ്റ്റം 1-ൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ PS1 ആണ്. ദെൻ യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ATP പ്രൊഡക്ഷൻ മാത്രമാണ് സൈക്ലിക്കിൽ നടക്കുന്നത്. പക്ഷേ ATPയും NADPHും നോൺ സൈക്ലിക്കിൻ്റെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ O2 ഈസ് നോട്ട് ഇവോൾവ്ഡ് ഇൻ സൈക്ലിക്കിൻ്റെ കേസിൽ നമ്മൾ ബൈ പ്രൊഡക്റ്റായിട്ട് O2 ഫോർമേഷൻ ഇല്ല. പക്ഷേ O2 ഈസ് ഇവോൾവ്ഡ് ഇൻ നോൺ സൈക്ലിക്, അല്ലേ? ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, O2 ഫോം ചെയ്യുന്നുണ്ട് നോൺ സൈക്ലിക്കിൽ. Operates under anaerobic condition when CO2 availability is high, but in the case of non-cyclic photophosphorylation it operates under aerobic condition when CO2 availability is low. More prominent in some bacteria, അതായത് PS2 ആബ്സെൻ്റ് ആയിട്ടുള്ളതിലാണ്. ഇനി നോൺ സൈക്ലിക് ആണെങ്കിൽ മോർ പ്രോമിനൻറ്റ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ, സോ ഈ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഏതിൽ നടക്കുന്നതാണ്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ കേസിൽ നടക്കുന്നതാണ്. അതായത് ആ ഒരു സൈക്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് H2O സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രൂ എൻ ഇൻ്റർമീഡിയറ്റ് മാംഗനീസ് പ്രോട്ടീൻ സിസ്റ്റം. ഓക്കെ.